എനിക്ക് തോന്നുന്നില്ല ബിഗ് ബോസിൽ അങ്ങനെ രതീഷിനെ ഒഴിവാക്കുന്നത്. ഏറ്റവും കൂടുതൽ കോണ്ടന്റ് ഉണ്ടാക്കുന്ന ഒരു കിടിലൻ ഗെയിമറാണ് രതീഷ് എന്ന് പറയുന്നത്. ആളെങ്ങനെ ഒഴിവാക്കാനാ? ആൾ ഒഴിവാക്കിയ ആ വീട്ടിൽ ആരും ഇല്ല. അതാ ഈവൻ ഒഴിവാക്കേണ്ട നേരത്തെ ഒഴിവാക്കേണ്ടതാണ്. ബിഗ് ബോസ്, ഞാൻ മടുത്തു ബിഗ് ബോസ്, എന്നെ ഒഴിവാക്കണം ബിഗ് ബോസ് പ്ലീസ്. എന്നിട്ട് മൂപ്പര് പോയില്ല. I am the strong contestant, Big Boss. Your selection is the best. ഓഫ് കോഴ്സ് അയാളാണ്. അയാൾ സെലക്ട് ചെയ്തൊരു അടിപൊളി ചങ്ങായിനാണ്. അപ്പോൾ ഞാൻ ഔട്ടാവുമെന്ന് വിചാരിച്ചതല്ല. പിന്നെ ആർമി, നിങ്ങളുടെ മൈക്ക് മര്യാദയ്ക്ക് വെക്കൂ. ഓക്കെ ബിഗ് ബോസ്. കൺഫെഷൻ റൂമാണ്. നിങ്ങളുടെ നാടകം ഇവിടെ ആവശ്യമില്ല. ഓക്കെ, ഹായ് ഗസ്, യു ഗസ് വാച്ചിങ് എണ്ണാൻഷൻ. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എപ്പിസോഡ് 8 റോസ്റ്റിംഗ് ആണ്. റോസ്റ്റിംഗ് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറയാം. ഓഫ് കോഴ്സ് വെറുതെ ഒരു ഫണ്ണാക്കുക, അത്രയേ ഉള്ളൂ. ഇന്നത്തെ എപ്പിസോഡിൽ ലാലേട്ടൻ വന്നു. ആദ്യം തന്നെ നോമിനേഷനുള്ള ആൾക്കാരെ വിളിച്ചു. എന്നിട്ട് അവരോട് ചോദിച്ചു നിങ്ങളുടെ അഭിപ്രായം എന്താണ്, എലിമിനേറ്റ് ആവാൻ ചാൻസ് ഉണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ നിൽക്കാൻ ചാൻസ് ഉണ്ടോ, ആ ഒരു രീതിയിൽ ചോദിച്ചു. ആദ്യം തന്നെ രതീഷിനെ വിളിച്ചു. ഞാൻ കളിച്ച രീതി കറക്റ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പം കാണാൻ മോനെ, വെയിറ്റ് ചെയ്തെന്നോ. പിന്നെ അൻഷിബേനെയാണ് വിളിച്ചത്. എനിക്ക് ഒരുപാട് ഇങ്ങനെ അതിൽ ചൊറിഞ്ഞ് അത് പഴുപ്പിക്കാൻ എനിക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ അത് അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് ഞാൻ വഴി മാറും. അത് രതീഷിനെയാണോ ഉദ്ദേശിച്ചത്? പിന്നെ നോറേനെയാണ് വിളിച്ചത്. കരുതിയിട്ടുണ്ടാകാം, ഞാൻ കൺഫ്യൂസ്ഡ് ആണ്. കാരണം അവർക്കൊന്നും എന്നെ അറിയില്ലല്ലോ പേഴ്സണലി. ആ കാര്യത്തിൽ കൺഫ്യൂസ് ആയത് ഇപ്പം ശരിക്കും കൺഫ്യൂസ് ആയിട്ടുണ്ട്. ഇപ്പം ചെറിയൊരു സീന് മോളെ പുറത്ത് നടക്കുന്നുണ്ട്. അത് നമ്മൾ ശരിക്കും കൺഫ്യൂസ്ഡാണ്. അത് എവിടെയാ സ്ട്രീം ചെയ്യണത്, എന്താക്കണമെന്ന് ആർക്കും അങ്ങനെ പിടിയില്ല. എന്താ ഋഷി ഡാൻസ് പഠിപ്പിച്ചു, എനിക്ക് ഫസ്റ്റ് കിട്ടി, 10 മാർക്ക് കിട്ടി. ആരും മൈൻഡ് ചെയ്യില്ല, സിർക്കില്ല. ശരിയിരിക്കാം. പിന്നെ കഴിക്കുന്നുള്ളിൽ സീൻ അറിയാലോ. ജിൻഡോന്റെ ചോര ഇവിടെ വെട്ട് വന്നെന്നാ പറഞ്ഞത് നാട്ടുകാർ. അതിനുള്ള ഡോക്ടർ വന്നു. എന്നത് തെങ്ങ് നടന്നു വരുന്നു. ഡോക്ടറെ കയ്യിലെടുക്കാൻ പറ്റില്ല. അങ്ങോട്ട് കുത്തു കുമാരാട്ടാ. അയ്യോ. പിന്നെ ചുമ്മാ ഒരു ട്രോള് കഴിഞ്ഞു. പിന്നെ റോക്കി ബായിന്റെ ബാത്റൂമിന്റെ കഥ അതറിയാലോ. തൂറാനൊരു ഫുട്ബോൾ ഗ്രൗണ്ടാ. എൻ്റെ വീട് സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. എൻ്റെ ബെഡ്റൂം 1200 സ്ക്വയർ ഫീറ്റ് ബെഡ്റൂമാണ്. എൻ്റെ ബാത്റൂം 700 സ്ക്വയർ ഫീറ്റ് ബാത്റൂം. പിന്നെ നിശാന ഞാന് വന്ന് കയറിയപ്പോ തൊട്ട് കിളി പോയിരിക്കല്ലോ അല്ലേട്ടാ. അത് ഇനിയും ആ പോയ കിളി തിരിച്ചു വന്നിട്ടില്ല. പഠിച്ചോനെ, അയിഞ്ഞ് കിട്ടൂല കേട്ടോ. അയിഞ്ഞ് ബിഗ് ബോസിന്റെ പുറത്തിറങ്ങിയാലേ എനിക്ക് കിട്ടൂ. ടാറ്റാ ബൈ ബൈ. ഓളെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇത് കണ്ടപ്പോൾ എൻ്റെ കിളിയും പോയിക്കണം. ആ ഫസ്റ്റ് ഡേ ആ ചളിന്ന് ഇങ്ങനെ പൊറുക്കുന്ന സംഭവമൊക്കെ ഇല്ലേ, പന്ത് ഇങ്ങനെ. അതൊക്കെയാണോ കളിക്കാൻ വന്നത്? അവിടെ എന്തോരം മഴ പെയ്യുന്ന സമയത്ത് ഞാൻ ഒരു ചെളി ഉണ്ടാക്കിയിട്ട് അവിടെ തന്നെ കളിച്ചാപ്പടെ. ഒത്തി മരി പോക്കുമാ തൂക്കുമാ തൂക്കുമാ. പെണ്ണുപിള്ളേനെ സാടാക്കി കട്ട സാഡ്. ഇനി 3-4 ദിവസം നീ ഡിപ്രഷനിൽ കിടക്കും. കാരണം നിന്നോട് ലാലേട്ടനാ പറഞ്ഞു 3 ദിവസം ഓള് ഡിപ്രഷനായിരിക്കും. മോട്ടിവേറ്റ് ചെയ്യാൻ ഗബ്രി ഉണ്ടാവും, യമുന ഉണ്ടാവും, ആ പവർ ടീമിലെ ജാനു അടക്കമുണ്ടാവും. എല്ലാവരും ഉണ്ടാവും മോട്ടിവേറ്റ് ചെയ്യാൻ. ഒന്നും കൊണ്ട് പേടിക്കേണ്ട. അതിൽ നിങ്ങൾ മോട്ടിവേറ്റഡ് ആയി പിന്നെ 2 ദിവസം കഴിഞ്ഞ് ഉയർത്തെഴുന്നേക്കും. സൂപ്പർ. ഏജിലാണ് എനിക്ക് മനസ്സിലാവണേ. ഓ മൈ ഗോഡ്, ഇത്രയൊക്കെ വേർഡ്സ് ഉണ്ട്, നമ്മൾക്ക് ഇനിയും പഠിക്കാൻ ബാക്കിയുണ്ട്. നമ്മൾ മലയാളം മുംബൈയിൽ സംസാരിക്കുമ്പോൾ ഈ ഭാഷയല്ല എക്സാക്ട്ലി. ദിസ് ഇസ് പ്യുവർ മലയാളം. ഇപ്പം മലയാളം പഠിക്കാൻ വന്നത് അവിടെ പടച്ചോനെ ബനും കുറേ ഉണ്ട് ഇവിടെ. ബിഗ് ബോസ് മലയാളം എന്ന് പറഞ്ഞിട്ട് ആടെ മലയാളം ഒന്നുമില്ല. ചിരട്ട പൊട്ടിക്കുന്ന സൗണ്ടാണ് കുറേ എണ്ണത്തിൻ്റെ വായെന്ന് വരിക. എന്താ പറയണതെന്ന് എനിക്ക് മനസ്സിലാവില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് റോക്കിയും ജാസ്മിനും പൊരിഞ്ഞടി. ആ അടിയിൽ ജാസ്മിൻ ഇടയിൽ കയറി വന്നതാണ്. ജാസ്മിൻ ഒന്ന് ജാസ്മിൻ 2 ജാസ്മിൻ 3. ഇങ്ങനെയുള്ള മിടുക്കാണ് ജാസ്മിൻ. ഇതാ എടാ പോടാന്നൊക്കെ വിളിക്കണതേ. പോടാന്നല്ല, പോടേതാ വിളിച്ചത്. അത് കഴിഞ്ഞ് പോടാ. ജാസ്മിൻ 4.
എമ്മാരി സ്കോറിങ്ങാ. പിന്നെ അത് കഴിഞ്ഞ് അർജുൻ്റെ ക്യാപ്റ്റൻസി എങ്ങനെയുണ്ട് ചോദിച്ച് പൊതുവെ എല്ലാവരും പറയുന്ന പോലെ ലൈക്ക് ആള് ക്യാപ്റ്റൻ ആവുന്നില്ല, പക്ഷെ കുഴപ്പമില്ല എന്ന രീതിയിലാണ് എല്ലാവരും പറഞ്ഞത്. നല്ല എതിർത്ത് കുറേ ആൾക്കാരുണ്ട്. എന്തായാലും മുടിയും പറഞ്ഞതായിരുന്നു രസം. ആണോ അർജുൻ കുറച്ചും കൂടി സ്ട്രേറ്റ് ഫോർവേഡാ, പാവാ, കുറച്ചും കൂടി സ്ട്രോങ്. ഋഷിയ ഞാനും അങ്ങനെയൊക്കെ. സത്യം ഉള്ളതുപോലെ പറഞ്ഞു. അതാണ് അവിടെ ഞാൻ മോൻ്റെ ഫാനായി പോയി. അവസാനം ഗബ്രി പറഞ്ഞ അനുസരിച്ചു എന്ന് പറഞ്ഞു. എനിക്ക് തോന്നിയത് ഈ പവർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഗതി കിട്ടിയത് ഈ സ്ത്രീകൾ അത് ഒരു അഹങ്കാരമായിട്ട് കൊണ്ടുനടക്കായിരുന്നു. അത് യൂസ് ചെയ്യല്ല ചെയ്യുന്നത്, അവരെ മിസ്യൂസ് ചെയ്യാണ്. ഓരോ സ്ഥലങ്ങളിലും ഓരോ വ്യക്തികളും ഗബ്രി അത് യൂസ് ചെയ്യുമ്പോൾ അവരത് മിസ്യൂസ്. അപ്പം മറ്റേതോ തന്ത വൈബാന്നാ തോന്നുന്നു. സെക്കൻഡ് ക്യാപ്റ്റൻ ആവാനുള്ള ഗെയിം ഉണ്ടായിരുന്നു. ആ ഗെയിമിൽ അപ്സരയാണ് ജയിച്ചത്. നിങ്ങൾ എന്താണ് വിചാരിച്ചത്? ഞാൻ ജയിച്ചില്ല, ഞാൻ ജയിക്കടാ, ഞാൻ NCC പോലീസ് അച്ഛൻ, ഞാൻ കമ്പുവാടാ. ഇതെന്നാ കോമഡി ചെയ്യായിരുന്നു. കാരണം ആരും പ്രതീക്ഷിച്ചില്ല അപ്സര ജയിക്കുന്നൊക്കെ. എല്ലാവരും മറ്റേ സിജോ മോങ്ങാത്തങ്ങ. അതിൻ്റെ ഇടയ്ക്ക് റോക്കിൻ്റെ ഒരു ചവറ് സാധനം ഉണ്ടേന്. ഇപ്പോൾ വൻ ഡയലോഗൊക്കെ അടിച്ച് വലിയ ഇതൊക്കെ ആയിട്ട് മൂപ്പര് ഓളെ മുന്നിൽ നിന്ന് നാറിപ്പോയി. ഓള് ജയിക്കൂല എന്നുള്ളതിലേനു. എൻ്റെ മോനെ റോക്കിന്ന് പേരും എല്ലാവരും ഊക്കി വിടുകയാണ്. എൻ്റെ മോനെ ഇമാരി ദാരിദ്ര്യം. ഓരോ സ്ഥലത്ത് ചമ്മി നാറുമ്പോൾ ആ റോക്കി ബായിൻ്റെ മുഖം കാണണം. ചട്ടമ്പിയായി ജനിച്ചു പോയില്ലേ, ഓടാൻ പറ്റുമോ? പിന്നെന്താ? പിന്നെ കുറേ അവാർഡുണ്ട്, ചൊറിയൻ, മടിയൻ. എന്താണ് ഗബ്രി പറയാനുള്ളത്? ഒന്നും പറയാനില്ല. അതിനും മടിയോ? അതൊക്കെ കഴിഞ്ഞ് പിന്നൊക്കെ കഴിഞ്ഞിട്ട് നമ്മളെ രതീച്ചേട്ടാ പോയടാ, പഴംപരി പോയടാ. എന്തൊരവസ്ഥ നോക്കണേ. വൻ ഡയലോഗ് അടിച്ച് തുള്ളലാ മൂപ്പര്. എപ്പോഴൊരു തുള്ളലാ. തുള്ളി പോയിക്കണ്. കുറേ അവാർഡും വാങ്ങിക്കണ്. എന്തൊക്കെയോ അവാർഡ് വാങ്ങിക്കണ്. ഉറങ്ങിയേനും ഇതാക്കിയേനും ചൊറിഞ്ഞേനും ഒക്കെ അവാർഡ് വാങ്ങിക്കണം. ഒക്കെ വീട്ടിലേക്ക് കൊണ്ടുപോകാനാ. ഇത്ര പെട്ടെന്ന് പുറത്താവുന്നത് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. സോ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, മാക്സിമം സബ് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ നമുക്ക് കാണാം.